ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ബാക്കി വന്ന ബാലൻസ് തുണി കൊണ്ട് ചെറിയ മക്കൾക്കുള്ള ഫ്രോക്ക് തയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 തുണി 4 പീസാക്കി മടക്കിയിട്ടിട്ടുണ്ട്. ബാക്കി ബാലൻസ് തുണി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ തുണി ചെസ്റ്റ് അളവനുസരിച്ച് 4 മടക്കാക്കിയിട്ട് 7.5 ഇഞ്ചാണിത്. നിങ്ങളുടെ കുട്ടിയുടെ ചെസ്റ്റ് അളവ് എത്രയാണോ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ കിട്ടുന്ന അളവാണ് കേട്ടോ എടുക്കേണ്ടത്. അതുപോലെ നെക്ക് ലെങ്ത്ത് 2.5, നെക്ക് വിഡ്ത്ത് 2.5, ഷോൾഡർ 5 ഇഞ്ച് 4.5 5 ഇഞ്ചിലാണ് കേട്ടോ. ഇതൊരു 3.5 4 വയസ്സായ കുട്ടിക്കുള്ള ഒരു ഉടുപ്പാണ്. അതുപോലെ ചെസ്റ്റ് അളവ് നമ്മൾ ആദ്യം അളന്നെടുത്തു. ലെങ്ത്ത് 11 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. വേസ്റ്റ് അളവ് ഒരു 6 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കതിനെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നീളം എത്രയാണോ ഫുൾ കൈ ആണെങ്കിൽ ഫുള്ള്, ഹാഫ് ആണെങ്കിൽ ഹാഫ് എടുക്കുക. അതിൻ്റെ എക്സ്ട്രാ ഒരു 4 ഇഞ്ച് എടുക്കുക. എന്നിട്ട് ഒരു 4 ഇഞ്ച് താഴെ അടയാളപ്പെടുത്തിയിട്ട് ഷേപ്പ് ചെയ്ത് മുകൾ ഭാഗത്തേക്ക് വരച്ച് കൊടുക്കുക കേട്ടോ. അടിഭാഗം അളവിനനുസരിച്ച് മാർക്ക് ചെയ്യുക. വണ്ണത്തിനനുസരിച്ച് കുട്ടിയുടെ കൈൻ്റെ വണ്ണത്തിനനുസരിച്ച്. എന്നിട്ട് ഇതിൽ കാണുന്നത് പോലെ കട്ട് ചെയ്തെടുക്കാം. അതെന്തിനാണെന്ന് വെച്ചാൽ കൈ കടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ബോട്ടം ഭാഗത്തേക്കുള്ള തുണിയാണ് വേണ്ടത്. തായ് ഭാഗത്തേക്ക് അത് ഞാനിവിടെ 17 ഇഞ്ചാണ് എനിക്ക് അളവ്. അതിൻ്റെ 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ടുണ്ട് താഴെ മടക്കി അടിക്കാനും. പിന്നെ 1/2 ഇഞ്ച് വേസ്റ്റ് ഭാഗത്ത് അടിയിലും പോവും. അങ്ങനെ എന്നിട്ട് നെറിവ് ഇട്ട് കൊടുക്കാം. നെറിവ് ഞാൻ ഇവിടെ കുറച്ച് നെറിവാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ തുണി അതുപോലത്തെ ഒരു തുണി ആയതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ നെറിവ് ആണെങ്കിൽ അതിൻ്റെ വേസ്റ്റ് അളവിൻ്റെ 2 ഇരട്ടിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ മെഷർമെൻറ്റൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ലൈനിങ് തുണി ഇട്ട് കൊടുക്കുകയാണ്. ലൈനിങ് തുണി ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിന്മേൽ വെച്ച് അടിക്കുകയാണ് ചെയ്യണത്. നിങ്ങൾ വീഡിയോ കാണുന്നത് പോലെ ചെയ്യാം കേട്ടോ.
ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഒരു പീസിനെ മറിച്ചിട്ടിട്ട് ഒരു പീസ് അതുപോലെ തന്നെ വെക്കുക. എന്നിട്ട് രണ്ടും നല്ല വശം ഒരു ഭാഗത്തേക്ക് വരുന്ന കോലത്തിൽ ഉള്ളിലേക്ക് ആ മറിച്ചിടാത്ത പീസിനെ വെച്ച് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, മറിച്ച് അടിച്ചിട്ട് തിരിച്ചെടുക്കുക. എന്തിനാന്ന് വെച്ചാൽ ആ ഷോൾഡറിൻ്റെ ഭാഗത്ത് അടി ഉള്ളിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യണം. അതിന് വേണ്ടി സ്ലീവിന് രണ്ട് നടു മടക്കി ഇട്ടിട്ട് സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 1.5 ഇഞ്ച് രണ്ട് ഭാഗത്തേക്കും ഒരു 1.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. അത് നമ്മൾ പഫ് കൈയായിട്ടല്ലേ അത് കട്ട് ചെയ്തത്, അപ്പോൾ അവിടെ ഒരു നെറി വേണം പഫായി നിൽക്കാൻ. ചെറിയൊരു പഫാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ബാക്ക് നെക്കിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു ചെറിയ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് നല്ല വശത്തൊരു തുണി വെച്ചിട്ട് അടിച്ചിട്ട് അതിനെ മറിച്ചിട്ട് ശേഷം അതിൻ്റെ വക്കിൽ കൂടി അടിച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഉള്ളിലുള്ള ഭാഗം ആ ലൈനിങ് തുണിമക്ക് പിടിച്ചിട്ട് ഹമ്മിങ് ചെയ്ത് കൊടുക്കുക. അല്ലാഞ്ഞാൽ അത് മക്കൾക്കൊരു ബുദ്ധിമുട്ടാവും. അങ്ങനെ ലൈനിങ് തുണിമക്ക് കൊടുക്കുമ്പം പുറത്തെ തുണിയിലേക്ക് തയ്യൽ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ നെക്ക് അളന്ന് എടുക്കുക. എത്രയാണോ അളന്നെടുത്തിട്ട് അതിൻ്റെ അളവ് എത്രയാണോ അതിനനുസരിച്ച് തുണി അതിൻ്റെ ഡബിളാക്കി എടുക്കുക. ഒരു 1.5 ഇഞ്ച് വീതിയും എടുക്കുക കേട്ടോ. എന്നിട്ട് അതിനെ ഇതുപോലെ വീഡിയോ കാണുന്നത് പോലെ തയ്ച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ നെക്കിന് അളന്ന് തുണി എടുക്കുമ്പോൾ കുറച്ച് എക്സ്ട്രാ എടുക്കുക കേട്ടോ. അതേ അളവിലല്ല, ഇരട്ടി എടുത്തിട്ട് അതിൻ്റെ 2 ഇരട്ടി അങ്ങനെ എടുക്കാം. നീളം വീതി 1.5 മതി. എന്നിട്ട് നമ്മൾ നെറിവിട്ട് വരുമ്പം അത് അതിൻ്റേതായ അളവിലായി കിട്ടണം. നമുക്ക് വേണ്ടത് ക്രോസ് പീസാണ്. അതിനെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. കറക്റ്റ് അളവ് തന്നെ ഒരു 1.5 ഇഞ്ചിൽ വീതിയിൽ എടുത്തിട്ട് നീളം ഓരോരോ പീസാക്കി എടുത്തിട്ട് അതിനെ കൂട്ടി തയ്ച്ച് കൊടുക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ നെക്കിന് അടിച്ചു കൊടുക്കുമ്പോൾ പിരിച്ചിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് മോശം വശത്ത് വെച്ച് അടിക്കുക. എന്നിട്ട് നല്ല വശത്തേക്ക് അത് ആദ്യം അതിൻ്റെ വക്ക് മടക്കി അടിക്കണം. മടക്കി അടിക്കാത്ത വക്ക് മോശം വശത്ത് വെച്ച് അടിച്ചിട്ട് ശേഷം അതിനെ മറിച്ച് ഉള്ളിലേക്ക് ഇട്ടിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ.
ഈ മടക്കി അടിക്കുന്നതിന് പകരം ഞാനിങ്ങനെ ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യണത്. അത് ഈ തുണി ആയതുകൊണ്ടാണ് കേട്ടോ. മടക്കി അടിക്കണേക്കാട്ടിലും സുഖം ഇതാണ്. അതവിടെ നിന്നോളും, നൂല് വലിഞ്ഞ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്.